ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു സീറ്റാണ്. ആലപ്പുഴയിൽ ജയിച്ച ഒരു സീറ്റ് മാത്രമാണ് LDFന് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും അധികം ലഭിച്ചാൽ അത് നേട്ടമായി, വൻ വിജയമായി അവർക്ക് കരുതാം. കേരളത്തിലെ ഏറ്റവും വലിയ വിവാദം ദിവസക്കൂലിക്കാരനായ KSRTC ബസ് ഡ്രൈവർ യദുവിനെ തടഞ്ഞു നിർത്തി മേയർ ആര്യയും ഭർത്താവ് MLA ആയ സച്ചിനും ചോദ്യം ചെയ്ത സംഭവമാണ്. ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നത് കേരളത്തിൽ പുതിയ സംഭവമല്ല. നടിയെ തട്ടിക്കൊണ്ടുപോയ പ്രമാദമായ കേസിൽ അതീവ രഹസ്യമായി കോടതിയുടെ സംരക്ഷണയിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് പലവട്ടം എടുത്ത് പരിശോധിക്കുകയും 1 വർഷത്തോളം കസ്റ്റഡിയിൽ വെക്കുകയും ഒക്കെ ചെയ്തത് കോടതിയും, ബഹുമാനപ്പെട്ട ഒരു കോടതിയും കോടതി ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ കോടതിയിൽ പോലും സുരക്ഷിതമല്ലാത്ത ഒരു മെമ്മറി കാർഡ് KSRTC ബസ്സിൽ എത്ര അരക്ഷിതമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അപ്പോൾ വിവാദമായ KSRTC സംഭവത്തിൽ അശ്ലീല ചുവയോടെയുള്ള ലൈംഗിക ചുവയുള്ള ആക്ഷൻ, പ്രത്യേക ആക്ഷൻ ഡ്രൈവർ യദു കാണിച്ചു എന്നാണ് മേയർ ആര്യയുടെ ആരോപണം. അങ്ങനെ കാണിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ തീർച്ചയായും ഈ മെമ്മറി കാർഡ് പരിശോധിക്കേണ്ടതുണ്ട്. 2, യാത്രക്കാരെ MLA ബസ്സിനകത്ത് കയറി ഇറക്കി വിട്ടു എന്നാണ്. അങ്ങനെ ഇറക്കി വിട്ടോ ഇല്ലയോ എന്നതും ഇപ്പോൾ വിവാദമാണ്. ഒരു MLAക്കെന്നല്ല, ഒരു അധികാരിക്കും ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ യാത്രക്കിടയിൽ നിർബന്ധപൂർവ്വം ഇറക്കി വിടാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സൈഡ് കൊടുത്തില്ല എന്ന തർക്കത്തിൽ തുടങ്ങി ആംഗ്യം കാണിച്ചു എന്ന ആരോപണത്തിൽ എത്തി നിൽക്കുന്ന ഈ സംഭവത്തിൽ പരാതിക്കാരി മേയറും MLAയും ആയതുകൊണ്ട് ഡ്രൈവർ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. ഇപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടതിനെ തുടർന്ന് ഡ്രൈവർ യദുവിൻ്റെ പരാതിയിലും കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. ഒരു ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന് ഇന്ത്യൻ പ്രസിഡന്റിനെയും ഉപരാഷ്ട്രപതിയെയും ഗവർണർമാരെയും ഒഴികെ ആരെയും ചോദ്യം ചെയ്യാനും വേണമെങ്കിൽ കേസെടുക്കാനും അനുമതി നൽകുന്നതാണ് നമ്മുടെ നിയമം. എന്തായാലും പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ ഗവർണർമാരെയോ വലിയ പദവിയിൽ ഉള്ള ആളുകളല്ല ഈ മേയറും MLAയും. ഇനി അവരുടെ പദവി എന്തോ ആയിക്കോട്ടെ. കാരണം മെയ് ദിനത്തിൽ പിരിച്ചുവിടൽ ഭീഷണി നേരിട്ട് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഡ്രൈവർക്ക് ശമ്പളം കിട്ടിയിട്ട് തന്നെ മാസങ്ങളായി. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി തൃശ്ശൂരിലേക്ക് ഡ്രൈവ് ചെയ്ത് ആ ബസ് തിരിച്ചെത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഒരു ദിവസം ലഭിക്കുന്ന ശമ്പളം അത് ഇല്ലാതാക്കുമെന്നും ആ ജോലി തെറിപ്പിക്കുമെന്നും മെയ് ദിനത്തിൽ പ്രമേയം പാസാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷൻ യഥാർത്ഥത്തിൽ നമ്മളെ സർവ്വരാജ്യ തൊഴിലാളി വർഗത്തിന് ഒരു നാണക്കേടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കേരളത്തിൽ സംഭവിക്കുന്നത്? കാരണം മുഖ്യമന്ത്രി പിണറായി ഏത് കാര്യത്തെയും കാണുന്നത് ഒരു പ്രത്യേക ആക്ഷനിലൂടെയാണ്. അദ്ദേഹം സംസാരിക്കുന്ന മൈക്ക് എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചാൽ ആ മൈക്കിൻ്റെ കഴുത്തിന് പിടിച്ച് അദ്ദേഹം ഓടിക്കും. അതും ഒരു പ്രത്യേക ആക്ഷനാണ്. ഈ പ്രത്യേക ആക്ഷൻ ഒരിക്കൽ അദ്ദേഹം കാണിച്ചിരുന്നു. കാരണം KPCC പ്രസിഡന്റ് സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനും പഠിച്ചിരുന്ന ബർണൻ കോളേജിൽ വെച്ച് സുധാകരനെ ഒതുക്കാൻ വേണ്ടി താൻ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചപ്പോഴാണ് സുധാകരൻ ഭയന്നു പോയത് എന്ന്
പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ അഭിനയിച്ച് കാണിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ആക്ഷനിലൂടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്നത്. നവകേരള യാത്ര നടക്കുമ്പോൾ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച KSUക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ അത് കണ്ടത് ജീവൻ രക്ഷാപ്രവർത്തനമായിട്ടാണ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ 3.5 കോടി ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആ രംഗങ്ങൾ ഒരു ജീവൻ രക്ഷാപ്രവർത്തനമാണ് എന്ന് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക? നവകേരള യാത്ര അവസാനിക്കും വരെയും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഗൺമാൻ, ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി വന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വടിവെച്ച് പൊതിരെ തല്ലുന്ന രംഗം പുറത്തു വന്നപ്പോഴും അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണുണ്ടായത്. ഈ പ്രത്യേക ആക്ഷൻ ഏത് കാലത്തും മുഖ്യമന്ത്രിയുടെ മുഖമുദ്രയാണ്. ഓർമ്മ വരുന്നത്, ലാവ്ലിൻ കരാർ ഒപ്പിട്ട സമയത്ത് ഈ കരാർ നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിന് വൻ നഷ്ടം സംഭവിക്കുമെന്ന് അന്ന് ഊർജ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന IAS ഫയലിൽ എഴുതി. ഈ കുറിപ്പ് വായിച്ച അന്നത്തെ വൈദ്യുതി മന്ത്രി പിണറായി വിജയൻ ആ ഫയലിൻ്റെ ചുവട്ടിലെഴുതി, ഈ വിയോജനക്കുറിപ്പ് എഴുതിയ ഉദ്യോഗസ്ഥൻ്റെ തല പരിശോധിക്കണം. അപ്പോൾ ഭ്രാന്താണെന്നർത്ഥം. അതായത് ബന്ധപ്പെട്ട വകുപ്പിൻ്റെ സെക്രട്ടറി, IAS മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയാൽ അത് നഷ്ടം സംഭവിക്കുമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത് ഭ്രാന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരുവന്നൂർ അഴിമതി കേസ് ഉന്നയിക്കുന്നവർക്ക് തലയ്ക്ക് സുഖമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും സത്യം പറയുന്നവർക്ക് തലയ്ക്ക് സുഖമില്ല എന്നാണ് അവർ പറയുന്നത്. ഇതും ഒരു പ്രത്യേക ആക്ഷൻ്റെ ഭാഗമാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട്ടെ മുൻ മന്ത്രിയും അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചില്ലെങ്കിൽ നമുക്ക് അരിവാൾ ചുറ്റികയ്ക്ക് പകരം ഈനാമ്പേച്ചി പോലുള്ള ചിഹ്നങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം. അപ്പോൾ മരപ്പെട്ടി ശല്യം ക്ലിഫ് ഹൗസിൽ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് ഈനാമ്പേച്ചിയുടെ കഥ ബാലൻ പുറത്തു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ ചിഹ്നം നഷ്ടപ്പെടും, നമുക്ക് ഈനാമ്പേച്ചിയായി പോവും ചിഹ്നം എന്ന് ഒരു നേതാവ് പറയുന്നത് വെറും ഫലിതമായി എടുക്കാൻ പാടില്ല. അത് മുഖ്യമന്ത്രിയുടെ മരപ്പട്ടി ഭീഷണിക്കുള്ള ഒരു മറുപടിയായിരുന്നു ഈനാമ്പേച്ചി പ്രയോഗം. അതുപോലെ തന്നെ നവകേരള ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കുമെന്ന് ബാലൻ പറഞ്ഞിരുന്നു. ഒരു പരിഹാസത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല അത്. കാരണം നവകേരള യാത്രയും അവർ സഞ്ചരിച്ച ബസ്സും ആ സംഭവവും ചരിത്രത്തിൻ്റെ കുപ്പത്തൊട്ടിയിലേക്ക് എടുത്തെറിയപ്പെടും എന്ന് തന്നെയാണ് AK ബാലൻ പറയാതെ പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്രത്യേക ആക്ഷനിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥികൾ വയനാട്ടിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ റാഗിംഗ് നടത്തി കൊല ചെയ്തത്. അവിടെയും ഒരു പ്രത്യേക ആക്ഷനാണ് SFIക്കാർ സ്വീകരിച്ചത്. അങ്ങനെ ഈ പ്രത്യേക ആക്ഷൻ്റെ കാലത്ത് നാം എങ്ങനെയാണ് ഈ ഇടതുപക്ഷ ഭരണത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നത്? തെരഞ്ഞെടുപ്പ് വേളയിൽ ഏതെങ്കിലും വിഷയത്തിൽ വോട്ടർമാരോട് നിവർന്നു നിന്ന് ചങ്കൂറ്റത്തോടെ വോട്ട് ചോദിക്കാൻ ഇടതു സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നേരം വെളുത്താൽ ഒരു വോട്ടർ നേരിടുന്നത് എന്തെല്ലാം പ്രതിസന്ധികളാണ്. കാരണം രാവിലെ ചായ കുടിക്കണമെങ്കിൽ പാലിന് വില കൂടി, പത്രം വാങ്ങണമെങ്കിൽ പത്രത്തിന് വില കൂടി, പുറത്തു പോയി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ പെട്രോളിന് വില കൂടി, വീട്ടിലിരുന്ന് കളയാമെന്ന് വെച്ചാൽ വൈദ്യുതിക്ക് വില കൂടി, ലൈറ്റ് ഇടാൻ പാടില്ല, ഫാൻ ഇടാൻ പാടില്ല,
വൈദ്യുതിക്ക് ചാർജ് കൂടി. ഇനി ഇതെല്ലാം വിറ്റ് സ്ഥലം വിട്ട് കളയാമെന്ന് വെച്ചാൽ ഭൂമിക്ക് ക്രയവിക്രയത്തിനുള്ള ഫീസുകൾ കൂടി, വസ്തുക്കരം കൂടി, വീട്ടുകരം കൂടി. ഇത്തരത്തിൽ വില കൂടാത്ത ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അത് മനുഷ്യനാണ്. അങ്ങനെ വില കുറഞ്ഞ വോട്ടർമാർക്ക് വിലയുള്ള ഏക കാലമാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം. ആ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരുടെ മുന്നിൽ മുൻമന്ത്രിമാർ പരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുൻ ധനകാര്യമന്ത്രി ഐസക് ആയാലും മുൻ ആരോഗ്യമന്ത്രി ശൈലജയായാലും ഇപ്പോൾ ആലത്തൂരിൽ മത്സരിച്ച നിലവിലെ മന്ത്രി രാധാകൃഷ്ണനായാലും വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാനാകാതെ നിന്ന് പരുങ്ങുന്ന കാഴ്ച കണ്ടു. മുൻമന്ത്രി സുനിൽകുമാർ, സുരേഷ് ഗോപിക്കും കെ മുരളീധരനും എതിരെ മത്സരിച്ച CPI സ്ഥാനാർത്ഥി, അദ്ദേഹവും ചോദ്യങ്ങൾക്ക് മുന്നിൽ പരുങ്ങുന്നത് കണ്ടു. എന്താണ് ആ ചോദ്യങ്ങൾ? വിധവാ പെൻഷൻ 4 മാസം ബാക്കിയാണ്, ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ ബാക്കിയാണ്, KSRTC പെൻഷൻ ബാക്കിയാണ്, സർക്കാർ ജീവനക്കാരുടെ DAയും ശമ്പള വർധനവും നടപ്പാക്കിയില്ല, വർഷങ്ങൾ കഴിയുന്നു, അതിനെതിരെയൊന്നും ഒരു സമരവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിന് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു സീറ്റാണ്, ആലപ്പുഴയിൽ ജയിച്ച ഒരു സീറ്റ് മാത്രമാണ് LDFന് ലഭിച്ചത്. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും അധികം ലഭിച്ചാൽ അത് നേട്ടമായി, വൻ വിജയമായി അവർക്ക് കരുതാം.